തേങ്ങ ഉടച്ച തേങ്ങയാണ് ഇപ്പൊ കയ്യിലുള്ളത്. അപ്പൊ ഇത് ഉടച്ച് നമ്മൾ ചിരകുന്നതിന് മുമ്പായിട്ട് ഇവിടേക്ക് ഈ ചകിരിയുടെ ചിലപ്പോ വലിയ വലിയ ഈ നാരുണ്ടാവും. അപ്പൊ അത് മാക്സിമം നമ്മളിങ്ങനെ പിളർത്തി കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചിരകുമ്പോൾ ഇതിന്റെ പൊടി തേങ്ങയിലേക്ക് വീഴും. അതാണ് ഈ തേങ്ങ ചിരകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി തേങ്ങ ചിരകുന്നതിലേക്ക് പോവാം. നമ്മൾ തേങ്ങ ചിരവാൻ പോവുകയാണ്. അപ്പൊ തേങ്ങ ചിരകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആദ്യം ഈ സെന്ററിലിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സെന്ററിൽ കുറച്ച് തേങ്ങ മാത്രം പോയിട്ട് ഇവിടെ ഒരു ഓട്ട പോലെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ചിരകിയിട്ട് പിന്നെ ഈ സൈഡിലുള്ള ചിരകാൻ നിൽക്കുന്ന കാണാം. പക്ഷെ അങ്ങനെയല്ലാതെ ആദ്യം നമ്മൾ ഈ സൈഡ് മൊത്തം കവർ ചെയ്തിട്ട് ചിരകണം. കാണിച്ചു തരാം. സൈഡ് ആദ്യം ഇതുപോലെ ചിരവിയ ശേഷം പിന്നെ ഈ സൈഡ് മൊത്തം ചിരവി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഉള്ളിലോട്ട് വാങ്ങും അങ്ങനെ ചിരവി അത് മൊത്തം ചിരവി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ ചിരകുന്ന ഒരു മാർഗം. ഈ സെന്ററിൽ ആദ്യം ചിരകി വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ഒരു രസം കിട്ടില്ല. പിന്നെ ചിരകുമ്പോൾ ഒരു താളാത്മകമായി ചിരകണം. കണ്ടില്ലേ, ഇതുപോലെ ഒരു സംഗീതാത്മകമായിട്ട് ചിരവണം. ഈ വീഡിയോ എടുത്തെടുത്ത അമ്മയാണ്. അപ്പൊ ഈ അതുപോലെയുള്ള അമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും. രാവിലെ അടിക്കാൻ കിടക്കുമ്പോഴേക്കും വേണ്ട ഒന്ന് തേങ്ങ ചെരുവ് വന്ന് വിളിച്ചെടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കാത്തവര് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞൊന്നും വരില്ല. പിന്നെ നമ്മൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ തേങ്ങ ചിരകേണ്ടി വന്നാൽ അത് അറിയാത്ത പോലെ പകച്ചു നിൽക്കാതെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പറയുന്നുള്ളൂ. ബാക്കി ഞാൻ തേങ്ങ ചിരവി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്. തേങ്ങ ചിരകുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ഒരു ടാർപ്പായി വിരിച്ച് അതിന്റെ ചുറ്റും മറ്റേ ചിരവയൊക്കെ വെച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുവാക്കളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ ചിരവയുടെ നാളെ വാഴയിലൊക്കെ വെച്ച് കല്യാണങ്ങൾക്ക് അങ്ങനെ ഒരു ചിരവുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഈ മെഷീനൊക്കെ വന്നു. ഈ ഗ്രൈൻഡർ തന്നെ അതിൽ തന്നെ ചിരവുകയും അരയ്ക്കുകയും ചെയ്യുന്ന സെറ്റപ്പൊക്കെ വന്നു. പക്ഷെ അതായത് ഒരു നല്ലൊരു ഓർമ്മ. ഇപ്പോഴും നമ്മൾ കുട്ടിക്കാലത്തെ ആലോചിക്കുമ്പോൾ നല്ല ഓർമ്മകൾ ഉണ്ടാവില്ലേ, അതിലൊരു ഓർമ്മ എന്ന് പറയുന്നത് ആണ് ലാസ്റ്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്. അപ്പൊ ഇതിലിങ്ങനെ തേങ്ങ മുഴുവനായി ചിരകിയില്ലെങ്കിൽ എന്താണ് കല്യാണം വൈകുന്ന, മക്കള് ചന്തം ഉണ്ടാവില്ല, കല്യാണം വൈകുന്നൊക്കെ ഇതുപോലുള്ള അമ്മമാര് പറയും. നിങ്ങൾ അത് കാര്യമാക്കണ്ട. പക്ഷെ ഈ തേങ്ങ മൊത്തം കംപ്ലീറ്റ് ചിരവി എടുക്കുക. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് 30 വയസ്സായിട്ടും ഞാൻ എപ്പോഴും ചിരകുമ്പോൾ ഈ തേങ്ങ മൊത്തം ചിരവായിട്ടാണ് തേങ്ങ ചിരവാറുള്ളത്. എന്നിട്ട് എനിക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയി ചിരവി എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഇതിന്റെ ഒരു വീഡിയോയിലേക്ക് കാണാം.